ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പ്രസംഗം നടത്തി. ചൊവ്വാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്തു, ബുധനാഴ്ച സേനയെ അഭിസംബോധന ചെയ്തു. ഈ പ്രസംഗം ഇന്ത്യൻ വിപണിയിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയില്ല. കാരണം ഇന്ത്യൻ വിപണി യുദ്ധം പ്രഖ്യാപിച്ചിട്ടും താഴേക്ക് പോയില്ല, അതിന്റെ ആ ശക്തിയിൽ മുമ്പോട്ട് പോവുകയായിരുന്നു. യുദ്ധത്തെക്കുറിച്ച് ഇന്ത്യൻ വിപണിക്ക് ആത്മവിശ്വാസം കൂടുതലായിരുന്നു. പാകിസ്ഥാനെ തോൽപ്പിക്കുമെന്ന് വിശ്വസിച്ച വിപണി ഒരു തരത്തിലുള്ള ചാഞ്ചാട്ടവും കാണിച്ചില്ല. എന്നാൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് എന്തോ കുഴപ്പം സംഭവിച്ചു എന്ന് കരുതി ആ കുഴപ്പമുണ്ടാക്കിയത് ചൈനീസ് ആയുധങ്ങളാണ് എന്ന വ്യാജ പ്രചരണത്തിൽ ചൈനീസ് ആയുധ വിപണിക്ക് വലിയ മുൻതൂക്കം ലഭിച്ചിരുന്നു. യുദ്ധം തുടങ്ങിയ നാളുകളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും ഇന്ത്യ പരാജയപ്പെട്ടു എന്ന തരത്തിലായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങളോ കൃത്യമായ അപ്ഡേഷൻ യുദ്ധത്തെക്കുറിച്ച് കൊടുത്തിരുന്നില്ല. അവർ യുദ്ധം ചെയ്യുകയായിരുന്നു, അതിന്റെ പേരിൽ തള്ളുകയായിരുന്നില്ല. എന്നാൽ പാകിസ്ഥാൻ യുദ്ധം ചെയ്യാതെ വെറുതെ സ്വപ്നം കണ്ടു ഇന്ത്യ തകർന്നടിയുന്ന അനുഭവങ്ങളെ കുറിച്ച്. അതിന് പാകിസ്ഥാനെ സഹായിച്ചത് ചൈനീസ് ആയുധങ്ങളാണെന്ന് ലോക വിപണിക്കറിയാം. ചൈനീസ് ആയുധത്തിന്റെ ശേഷിയായി വാഴ്ത്തപ്പെട്ടു. ഇന്ത്യയുടെ റാഫേൽ വിമാനം പോലും ചൈനയുടെ ചങ്ഡു എന്ന 4.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റ് തകർത്തു എന്ന വാർത്ത വന്നു. ഇതോടുകൂടി ചങ്ഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ ഓഹരി മൂല്യം കൂടിയത് 16%. ഈ വാർത്തകളാണ് പാകിസ്ഥാനി സ്നേഹികളായ നമ്മുടെ ചില മലയാളികൾ ഷെയർ ചെയ്തതും അഭിമാനം കൊണ്ടതും. വാസ്തവത്തിൽ അതൊക്കെ പാകിസ്ഥാന്റെയും ചൈനയുടെയും വെറും തള്ളു മാത്രമായിരുന്നെന്നും മോദി ഉള്ളത് തുറന്നു പറഞ്ഞതോടെ ഓഹരി വിപണി തലകീഴ് മറിഞ്ഞെന്നും വ്യക്തമായിരിക്കുന്നു. ചൊവ്വാഴ്ചത്തെ മോദിയുടെ പ്രസംഗം വലിയ ആഘാതമാണ് ചൈനീസ് വിപണിക്ക് ഏൽപ്പിച്ചത്. പാകിസ്ഥാൻ വിപണിയെ ഇതൊന്നും ബാധിക്കില്ല, കാര്യമായി വിപണിയൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ ലോകത്തെ ഏറ്റവും ശക്തമായ വിപണികളിൽ ഒന്ന് ചൈനയുടേതാണ്. അമേരിക്കയോട് കട്ടയ്ക്ക് പിടിച്ച് അമേരിക്ക മറികടക്കാനുള്ള ശ്രമത്തിലാണ് ചൈനീസ് വിപണി. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര കരാർ നടപ്പിലായതോടെ ചൈനീസ് വിപണി ഒരു ഇടവേളയ്ക്ക് ശേഷം ഉയർന്നിരുന്നു. എന്നാൽ മോദിയുടെ പ്രസംഗം പുറത്തു വരികയും പിന്നീട് ഇന്ത്യൻ എയർഫോഴ്സിന്റെയും നേവിയുടെയും ആർമിയുടെയും ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ നേരിട്ട് പത്രസമ്മേളനത്തിന് എത്തുകയും ചെയ്തതോടെ ചൈനീസ് ഓഹരി വിപണി ഇടിഞ്ഞ് നിലം കുത്തി.